ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിനമന്നയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം, പ്രാർത്ഥിക്കുന്ന ദൈവഭക്തനെ ധൈര്യപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനം, പ്രാർത്ഥിക്കുന്ന അതിൻ്റെ നിലവിളിയും കണ്ണുനീരും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ഓർപ്പിക്കുകയാണ്. കഴിഞ്ഞത്തിൽ കർത്താവ് പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എന്ന് സെഖര്യാവിനോട് കൽപ്പിച്ച ദൈവശബ്ദമായിരുന്നെങ്കിൽ എങ്ങനെയാണ് ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരുന്നതെന്ന് ഇന്നത്തെ തിരുവഴുത്തിലൂടെ നമ്മോട് ഇടപെടുകയാണ്. വേദപുസ്തകത്തിലെ വലിയ പ്രവാചകന്മാരിൽ അതിശ്രേഷ്ഠനായി അറിയപ്പെടുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38 അധ്യായത്തിന്റെ 5-ാമത്തെ തിരുവചനത്തെ ആധാരമാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മോട് ഇടപെടുകയാണ്. നീ ചെന്ന് ഹിസ്കിയാവിനോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ കണ്ണുനീർ കണ്ട് നിന്റെ നിലവിളി കേട്ടിരിക്കുന്നു, നിന്റെ ആയുസിനോട് 15 സംവത്സരം കൂട്ടിത്തരുന്നു. കേട്ട ദൈവശബ്ദം യെശയ്യാ പ്രവാചകൻ വന്ന് അരുളി ചെയ്തത് ആനന്ദം പകരുന്നതോ സന്തോഷിക്കാൻ ഉതകുന്നതോ അല്ല, മറിച്ച് നിലവിളി ഉയരുന്ന ദൈവശബ്ദം. പറഞ്ഞ ദൈവശബ്ദത്തെ എതിർത്തു നിൽക്കാതെ ദൈവശബ്ദം ഏറ്റെടുത്തുകൊണ്ട് നിലവിളിക്കുന്ന ഹിസ്കിയാവെന്ന യഹൂദ രാജാവിന് വേണ്ടി ദൈവസന്നിധിയിൽ താൻ ചെയ്ത ദൈവത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തികളെ നിരത്തിവെച്ച് ദൈവത്തിന് സന്നിധിയിൽ നിലവിളിക്കുന്ന ഹിസ്കിയാവ് പറയുക, ഞാൻ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടും ഏകാഗ്രഹതയോടും ചെയ്തതെന്ന് ഓർക്കണം. പ്രാർത്ഥിക്കുന്ന കരയുന്ന ഹിസ്കിയാവ് കേട്ട മരണദൂതന്റെ മുമ്പിൽ നിലവിളിക്കുന്ന ഭക്തന് വേണ്ടി ഉടൻ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരം വെളിപ്പെടുകയാണ്. ദൂതറിയിച്ച പ്രവാചകനിലൂടെ തന്നെ മറുപടി അയക്കുന്ന ദൈവത്തിന്റെ കരം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് നുറുങ്ങുന്നവരെ, മനസ്സ് തകർന്നവരെ കാക്കുന്ന കർത്താവാണെങ്കിൽ ഇന്ന് നിങ്ങൾ ഏതെങ്കിലും നിലവാരത്തിൽ ഹൃദയ തകർച്ചയിലൂടെയോ മനസ്സ് തകർന്നിരിക്കുന്ന അനുഭവത്തിലൂടെ ആയിരിക്കുന്നെങ്കിൽ നിങ്ങളെ കർത്താവിന് വേണ്ടി ഞാൻ ധൈര്യപ്പെടുത്തുന്നു. നിശ്ചയമായി നിങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി നിങ്ങളെ വെടിവെപ്പാൻ, നിങ്ങളെ ഉയർത്തുവാൻ, നിങ്ങളെ മാനിപ്പാൻ, നിങ്ങളെ സന്തോഷിപ്പാൻ, നിങ്ങളെ രട്ടഴിച്ച് സന്തോഷത്തെ നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ കരം. അതേ, തകർന്നവനെ, മനസ്സ് തകർന്നവനെ ഉപേക്ഷിക്കാത്ത ദൈവത്തിൻ്റെ കരം, ചതഞ്ഞോടെ ഒടിച്ചു കളയാത്ത, കരിയുന്ന തിരിയെ കെടുത്തിക്കളയാത്ത സർവശക്തന്റെ കരം. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, നിന്റെ ഭാവിക്ക് വേണ്ടി, നിന്റെ ഉപജീവനത്തിന് വേണ്ടി നിങ്ങൾ ഏത് വിഷയത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ ഞരങ്ങുന്നോ, നിലവിളിക്കുന്നോ, കരയുന്നോ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കുന്ന ദൈവത്തിൻ്റെ കരം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാനുണ്ട്. ഹിസ്കിയാവിൻ്റെ ആയുസിനോടുകൂടെ നിലവിളിച്ചവൻ്റെ നിലവിളിക്ക് മറുപടിയായി ആയുസ് നീട്ടി നൽകിയ ദൈവത്തിൻ്റെ കരം ഇന്ന് പകലിൽ ദൈവാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായി വെളിപ്പെടട്ടെ. നിങ്ങളുടെ നുറുങ്ങുന്ന വിഷയത്തിന് നടുവിൽ, ഹൃദയം തകർന്ന വിഷയത്തിന് നടുവിൽ, ഭാരപ്പെടുന്ന വിഷയത്തിന് നടുവിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു ദൈവിക നന്മ, ദൈവിക ഉത്തരം വെളിപ്പെട്ടു വരുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവപ്രവൃത്തിയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുമ്പോൾ ദൈവ തിരുമുഖത്തേക്ക് നോക്കുക. നിങ്ങൾ പരാജയപ്പെടുകയില്ല. നിങ്ങൾ ജയാളികളായി മാറാൻ പോകുക. നിങ്ങൾ അത്ഭുതം കാണാൻ പോകുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കട്ടെ. നിലവിളി കേൾക്കുന്ന, കണ്ണുനീര് കാണുന്ന കർത്താവിൻ്റെ അത്ഭുതകരം നിങ്ങളെ അത്ഭുതമാക്കി മാറ്റട്ടെ. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.